സംസ്ഥാനത്തേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇവിടെ വരും ദിവസങ്ങളിലും വൈദ്യുതി നിയന്ത്രണം തുടരും. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ KSEBയുടെ തീരുമാനം. ഇന്നലെയും സംസ്ഥാനത്ത് അരമണിക്കൂറിലധികം വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇടവിട്ട് പലതവണ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. പ്രതിസന്ധി പരിഹരിക്കാൻ നിയന്ത്രണങ്ങൾക്കൊപ്പം മറ്റ് മാർഗങ്ങൾ കൂടി തേടുകയാണ് KSEB. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മഴ കുറവാണ്, ഡാമിൽ വെള്ളമില്ല, വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നു, പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നില്ല. ഇങ്ങനെ പ്രതിസന്ധികളും അതോടൊപ്പം പ്രശ്നങ്ങളും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു, ഉടനെയൊന്നും ഈ വൈദ്യുതി നിയന്ത്രണം, ഈ പവർ കട്ട് അവസാനിക്കാൻ പോകുന്നില്ല എന്ന്. ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഇന്ദിരാ കട്ട്, കഴിഞ്ഞ 10 വർഷം എന്താണ് പവർ കട്ടെന്ന് പോലും അറിയാത്ത ജനങ്ങളുടെ മുന്നിലേക്ക് ഇതാ ഇന്ദിരാ കട്ടുമായി ആദ്യ 2 മാസത്തിനുള്ളിൽ തന്നെ UDF സർക്കാർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണ്ടേ സുനിഷ? ഗുഡ് മോർണിംഗ് ഷിഹാസ്. ഉറപ്പായിട്ടും പരിഹാരം കാണണം. ഇനി നമ്മൾ എപ്പോഴും പ്രതിസന്ധി രൂക്ഷമാണ് എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ എത്ര നേരം ഈ കറണ്ട് പോകും, ഏത് സമയത്ത് പോകും എന്നുള്ളതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അതിന് ഉത്തരം കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഉടൻ വഴി കണ്ടെത്തുക എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിലുള്ള തിരക്കിട്ട് നീക്കം KSEBയുടെ ഭാഗത്ത് നടക്കുന്നുമുണ്ട്. പക്ഷേ നിയന്ത്രണം ഒഴിവാക്കി മറ്റൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിലിപ്പോൾ KSEB തന്നെ വ്യക്തമാക്കുന്നത്. ഇന്നലെ മന്ത്രിയും പറഞ്ഞത് അതാണ്. നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. 600 മെഗാവാട്ടിന്റെ ഒക്കെ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്, കൂടുതലാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയില്ല എന്നുള്ളതാണ്. നിയന്ത്രണം ഒഴിവാക്കിയാൽ പോലും ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറുന്നു. അരമണിക്കൂർ നിയന്ത്രണമായിരുന്നു എന്ന് പറഞ്ഞെടുത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പലയിടത്തും പല വട്ടങ്ങളിലായി പല ഘട്ടങ്ങളിൽ കറണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 15ഉം 20ഉം അരമണിക്കൂറും ഒക്കെ മാറി മാറി കറണ്ട് പോകുന്ന ഒരു സ്ഥിതി കൂടി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെല്ലാം പരിഹാരം കാണേണ്ടതുണ്ട്. ഈ ഉപഭോക്താക്കൾ ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്തുക എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ പ്രതിസന്ധി മറികടക്കാൻ KSEB ഉടൻ തന്നെ മറ്റു വഴികൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വഴികൾ, വൈദ്യുതി വാങ്ങുന്നത് അടക്കമുള്ള വഴികൾ KSEB തേടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നിന്നും ഉയർന്ന നിരക്കിലെല്ലാം വൈദ്യുതി വാങ്ങുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. മറ്റൊന്ന് ഷിയാസ് പറഞ്ഞതോടെയാണ് വലിയ രീതിയിൽ പ്രതിപക്ഷം ഇതിനെ ആയുധമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ 10 വർഷം പവർ കട്ടില്ലാത്ത കേരളം എന്നുള്ളത് തന്നെയായിരുന്നു LDFന്റെ ആപ്തവാക്യം തന്നെ. പക്ഷേ UDF അധികാരത്തിൽ വന്ന പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും ഈ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വീണ് കിട്ടി ആയുധമാക്കി മാറ്റുന്നു പ്രതിപക്ഷം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഷിഹാസ് പറഞ്ഞതുപോലെ ഇന്ദിരാ കട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹസിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം DYFIയുടെ നേതൃത്വത്തിലൊക്കെ പലയിടങ്ങളിലും ഈ മെഴുകുതിരിയൊക്കെ വിതരണം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ കണ്ടു. വേറിട്ട രീതിയിലെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഇതിനെതിരെ എന്നുള്ളതാണ്. ഏതായാലും വലിയ പ്രതിഷേധം അത് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ KSEB ജീവനക്കാർക്ക് അധികം അടക്കം മർദ്ദനമേൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വലിയ പ്രതിഷേധം ഒരു ഭാഗത്തുണ്ടാകുന്നു. ഒപ്പം തന്നെ പ്രതിസന്ധി മറികടക്കാൻ KSEBയുടെ തിരക്കിട്ട നീക്കം മറുഭാഗത്തും ഉണ്ടാവുകയാണ് ഷിഹാസ്. ശരി സുനിഷ, അപ്പോൾ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവും. ഇനിയിപ്പോൾ പവർ കട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഉടൻ തന്നെ വൈദ്യുതി വകുപ്പിനും മന്ത്രിക്കും എല്ലാം സാധിക്കുമെന്ന് നമുക്ക് കരുതാം.